പൂജപ്പുര ജയിലിൽ നിന്നും ജയിൽ ചാടിയ കൊലക്കേസ് പ്രതി പിടിയിൽ. കഴിഞ്ഞ ബുധനാഴ്ച ജയിൽ ചാടിയ മണികണ്ഠനാണ് തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് പിടിയിലായത്. ആർ അനന്തകൃഷ്ണനുടെ വിശദാംശങ്ങളുമായി. അനന്തൻ, കഴിഞ്ഞ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങളായി. എങ്ങനെയാണ് ഇയാളെ സാഹസികമായി പിടികൂടുകയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ആണോ? അനശ്വര, 8 ദിവസം കേരള പോലീസും ഒപ്പം തന്നെ ജയിൽ ഉദ്യോഗസ്ഥരും ചേർന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ പ്രതിയെ മധുരയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ 8:30 മധുരയിൽ നിന്ന് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ സംഘം തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഇരട്ട ജീവപര്യന്തം വിധിക്കപ്പെട്ട് തടവിൽ കഴിഞ്ഞിരുന്ന മണികണ്ഠൻ എന്ന പ്രതി, ഇടുക്കി സ്വദേശിയാണ്. ഇയാൾ ജയിൽ ചാടിയത് പുലർച്ചെ 1:30-ക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അതിനുശേഷം പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചത്. പൂജപ്പുര പോലീസിലെയും ഒപ്പം തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിലെയും ഉദ്യോഗസ്ഥരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇവർ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലാണ് അന്വേഷണം നടത്തിയത്. അതിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ആദ്യം തമിഴ്നാട്ടിലെ തിരുപ്പൂര്, അത് കഴിഞ്ഞ് കോയമ്പത്തൂര്, അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് വന്നു അന്വേഷണ സംഘം. പിന്നീട് ഗൂഡല്ലൂരേക്ക് പോയി. ആ പ്രതി പിന്നീട് അവിടെ ഗൂഡല്ലൂരിൽ നിന്ന് നേരെ പോയത് രാമേശ്വരം ഭാഗത്തേക്കാണ്. അവിടെ നിന്ന് വീണ്ടും ഗൂഡല്ലൂരേക്ക് തിരിച്ചു. അവിടെ നിന്ന് വീണ്ടും മധുര എത്തുമ്പോഴാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പ്രതി ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. വഴിയിൽ കാണുന്ന ആൾക്കാരുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ബന്ധുക്കളെയൊക്കെ ബന്ധപ്പെട്ടിരുന്നത്. CCTV കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഏതാണ്ട് 100ഓളം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഇതിൽ നിന്നാണ് പ്രതിയെപ്പറ്റി സൂചന ലഭിച്ചത്. കാമുകിയെ കഴുത്തറുത്ത് വന്ന കേസിലാണ് ഇയാൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നത്. 2017 സംഭവം. അതിനുശേഷം 2019 ഇയാൾ പരോളിലിറങ്ങി മുങ്ങുകയായിരുന്നു. പിന്നീട് ഈ വർഷം ആദ്യമാണ് ഇയാളെ പിന്നീട് പോലീസ് ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തി ജയിലിലെത്തിച്ചത്. പിന്നെയും ഇയാൾ ജയിൽ ചാടി പോവുകയായിരുന്നു. പൂജപ്പുര പോലീസ് സ്റ്റേഷനിലെ SI അഭിജിത്ത് അടക്കം ഉള്ള ഉദ്യോഗസ്ഥരാണ് ഇയാളെ മധുരയിൽ നിന്ന് കണ്ടെത്തി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്. അനശ്വര. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. 2017 കേസിലാണ് ഇയാൾ ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷ അനുഭവിച്ചിരുന്നത്.